ബയോബിനിലുള്ള വേസ്റ്റ്, അടുക്കള വേസ്റ്റ്, അത് കമ്പോസ്റ്റ് ആയിട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാ കണ്ടോ, 3 തട്ടായിട്ടല്ലേ നമ്മുടെ ബയോബിൻ ഉള്ളത്. ഞങ്ങളുടെ ഇവിടെയുള്ള ബയോബിൻ 3 തട്ടായിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് തട്ടിലുള്ള ഏറ്റവും ആദ്യം നിറഞ്ഞ ആ ബയോബിൻ ബാസ്ക്കറ്റ് ഞാനിത് അടിയിലേക്ക് മാറ്റി വെച്ചപ്പോൾ ഇതാ ഒരു 2-3 മാസം കൊണ്ട് ഉണ്ടായി കിട്ടിയ കമ്പോസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല ഒരു വളമാണ് കേട്ടോ, നല്ലൊരു ജൈവ വളമാണ്. നമ്മുടെ ചെടികൾക്കായാലും പച്ചക്കറി ചെടികൾക്കായാലും എന്തിനായാലും നമ്മുടെ വീട്ടിലുള്ള വാഴ, തെങ്ങ് എന്നിവയ്ക്കെല്ലാം ഇത് വളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. യാതൊരു തരത്തിലുള്ള സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നുമില്ല. ആകെയുള്ള ഒരു പ്രശ്നം ബയോബിനിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ചകിരിച്ചോറ് ഇനോക്കുലം ഉണ്ടല്ലോ, അത് ശരിയായ രീതിയിലല്ല ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ചെറിയ രീതിയിൽ പുഴുക്കൾ ഉണ്ടാകും. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആ ബയോബിനിലുള്ള വേസ്റ്റ്, ഇട്ട് വെച്ചിട്ടുള്ള വേസ്റ്റുകൾ നിറഞ്ഞു കഴിഞ്ഞിട്ട് ഇതാ നമ്മളത് ലാസ്റ്റ് മാറ്റി വെച്ചിട്ടുള്ള വേസ്റ്റ് കമ്പോസ്റ്റ് ആയതാണ്. ഇതാ ഞാനിവിടെ മുല്ല ചെടികൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ബാക്കി ഉള്ളതെല്ലാം ഞാൻ ഓരോരോ ചെടികൾക്ക് സമയം പോലെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമാണ്. നമ്മൾ വെറുതെ കളയുന്ന ആ വേസ്റ്റ് കൊണ്ടുപോയി കളയുന്ന, പലർക്കും ശല്യമാകുന്ന ആ വേസ്റ്റ് വളരെ വില പിടിച്ച ഒരു വളമായിട്ട് മാറ്റാവുന്നതാണ് കേട്ടോ നമ്മുടെ ബയോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള ബയോബിനുകൾ ഇപ്പോൾ മാർക്കറ്റുകളിൽ ലഭ്യമാണല്ലോ. ഏത് തരത്തിലുള്ളതായാലും അത് വളരെ യൂസ്ഫുൾ ആണ്. നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക.